ശ്രീ KVS ഹരിദാസ്, ആ രീതിയിലാണോ നമുക്കിതിനെ കാണേണ്ടത്? അതായത് ഇന്ന് ജനം TV ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധികൾ പ്രതിരോധിച്ച മാർഗവും അതുതന്നെയായിരുന്നു. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഇത് ചർച്ചയ്ക്കെടുക്കുന്നില്ല, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ജനം TVയോട് പ്രതികരിക്കാനൊന്നുമില്ല എന്നുള്ളത്. പക്ഷേ ഈ പ്രതിരോധം എത്ര നാൾ തുടരുമെന്നുള്ളതാണ്. കാരണം അഴിമതി എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ രേഖകളിൽ പറയുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഭാരതത്തിൽ ചർച്ച ചെയ്യേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് താൽക്കാലികമായി പ്രതിരോധിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് രാഷ്ട്രീയമായി ഇതിന് ഒരു വിശദീകരണം കോൺഗ്രസിന് നൽകിയേ മതിയാവുകയുള്ളൂ. കാരണം അന്നത്തെ പ്രമുഖ കോൺഗ്രസ് കുടുംബത്തെ പറ്റി പറയുന്നുണ്ട്, അന്നത്തെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയുന്നുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഇടനിലക്കാരായവരുടെയൊക്കെ പേരുകൾ കൃത്യമായി തന്നെ ആ ബ്രിട്ടീഷ് പൗരൻ ഒരു മാസപ്പടി കുറിപ്പ് എഴുതിയതുപോലെ തന്നെ അതിൽ പേര് സഹിതം എഴുതിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ CEO തന്നെ ഈ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിന് അഴിമതിയിൽ പങ്കുണ്ട്, തങ്ങൾ ഇത്തരം കൈമാറ്റം അല്ലെങ്കിൽ കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് വരും നാളുകളിൽ ഇത് ഏതു രീതിയിൽ തന്നെ ആയിരിക്കും വരിക. നമുക്കിപ്പോൾ തൽക്കാലം ഇത് കോൺഗ്രസ് ഇങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുമെങ്കിൽ പോലും ഇത് വരും വർഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വരും നാളുകളിലേക്ക് ഏതു രീതിയിലായിരിക്കും കോൺഗ്രസിനെ പ്രഹരിക്കുക? അല്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ചയ്ക്കെടുക്കാത്തതിൽ അതിശയമില്ല. നമ്മളിവിടുത്തെ മാധ്യമങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവം കണ്ടിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെല്ലാം വിധത്തിലാണ് അവർ പ്രതികരിച്ചിരുന്നത്, ഓരോ വിഷയങ്ങളും തെരഞ്ഞെടുത്തിരുന്നത്. BJPയോ നരേന്ദ്രമോദിയോ ജയിച്ചുകൂടാ എന്നത് മാത്രമല്ല, രാഷ്ട്രീയമായിട്ട് മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുഖപത്രം പോലെ, അവരുടെ ചാനലുകൾ പോലെ പ്രവർത്തിക്കുകയായിരുന്നു പലരും. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാകാം. കാരണം കഴിഞ്ഞ തവണ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ചില ആഗോള ശക്തികൾ ഉണ്ടായിരുന്നു എന്നതൊക്കെ ഒരു വസ്തുത തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഈ പർട്ടിക്കുലർ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബത്തിനെതിരെ നാവനക്കാനുള്ള ഗഡ്സ് ഇല്ലാത്തവരാണ്. സത്യം കണ്ടാൽ സത്യമാണെന്ന് പറയാനുള്ള ആർത്തം കാണിക്കാത്തവരാണ്. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ചാനലുകളെ കുറിച്ച് തൽക്കാലം അത്രേ പറയേണ്ടതുള്ളൂ, അത്രേ കരുതേണ്ടതുള്ളൂ. നാളെ അവർക്ക് അത് ഏറ്റെടുക്കേണ്ടി വരും. അത് എങ്ങനെ അവർ പ്രതികരിക്കും അതിനോട് എന്നത് കാത്തിരുന്ന് കാണാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, ഇറ്റാലിയൻ കോടതിയുടെ മുമ്പിൽ ആ ജഡ്ജ്മെന്റിൽ ഒരു പരാമർശമുണ്ട്. സോണിയാഗാന്ധിയോ അഹമ്മദ് പട്ടേലിന്റെയും പേര് പറഞ്ഞിട്ട് they are the driving force behind this deal എന്നാണ്. they are the driving force behind this deal എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രണ്ട് മൂന്ന് വാക്കുകൾ മതി ഈ തട്ടിപ്പിൽ ആ കുടുംബത്തിനും അതിനോട് ചേർന്ന് നിന്ന് അഹമ്മദ് പട്ടേലിനെ പോലെ ഉള്ളവർക്കുമുള്ള റോള് വ്യക്തമാകാനായിട്ട്. ഞാനൊക്കെ മനസ്സിലാക്കുന്നത്, അവിടുത്തെ മിലാൻ കോടതി ആദ്യം ഈ കേസിൽ ശിക്ഷിച്ചത് രേഖകളുടെ പശ്ചാത്തലത്തിലാണ്, തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. അത് അനക്സറായിട്ട് ആ ജഡ്ജ്മെന്റിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്നാ പറയുന്നേ. ആ അനക്സറാണ്, ആ പർട്ടിക്കുലർ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളതെങ്കിൽ, ഇന്ത്യയിൽ 2010 മൻമോഹൻ സിംഗിന്റെ കാലത്ത് രജിസ്റ്റർ ചെയ്ത കേസ് നിലവിലുണ്ട്. അതിൽ ഇത് വളരെയേറെ സഹായകരമാകും. ഈ പറയുന്ന ഇന്ത്യയിലെ FAM എന്നാണ് അതിൽ പറയുന്നത്. ആ ബന്ധത്തിലുള്ള ആൾക്കാരുടെ ഭാവി എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റലിയിൽ അന്ന് സോണിയാഗാന്ധി വിചാരിച്ചാല്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വിചാരിച്ചാല് ഒരുപക്ഷെ പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണല്ലോ സാധാരണ നിലയിലില്ലാത്ത, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു ജഡ്ജ്മെന്റിനെ ഫ്രീസ് ചെയ്യാൻ കഴിഞ്ഞത്. ഇവിടെ വേറെയും ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്യണം. മലയാളിയായ AK ആന്റണി ആയിരുന്നു അന്ന് പ്രതിരോധ മന്ത്രി. ശ്രീ ഡിനി സൂചിപ്പിച്ചല്ലോ, ആന്റണിയുടെ കാലഘട്ടത്തിൽ സാധാരണ തമാശയ്ക്ക് ചില അന്നത്തെ സൈനിക ഉദ്യോഗസ്ഥന്മാർ പറയാറുള്ളത് മുട്ടുസൂചി പോലും മേടിച്ചിരുന്നില്ലെന്നാണ്.
അതായിരുന്നു അവസ്ഥ. അതിർത്തിയിലെ റോഡുകളുടെ നിർമ്മാണം, അതുപോലുള്ള സൈനികർക്കുള്ള ടെന്റുകളുടെ നിർമ്മാണം അതൊക്കെ നിർത്തിവെച്ചു പണമില്ലെന്ന് പറഞ്ഞിട്ട്. ആ ആന്റണിയുടെ കാലത്താണ് ഇത്രയും വലിയ ഒരു ഹ്യൂജ് ഡിഫൻസ് ഡീൽ നടന്നത്. അതിന് ഉത്തരവിട്ടതും അതിൽ കരാറിൽ ഒപ്പുവിട്ടതും ആന്റണിയുടെ സാന്നിധ്യത്തിലാണ്, അദ്ദേഹത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ടാണ്. അഴിമതിയിൽ കുളിച്ചിട്ടില്ല എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരാള് അവസാനം നേരത്തെ പറഞ്ഞു, ഡിനിയാണത്തോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് തുറന്നു പറയുകയും ചെയ്തു. അഴിമതി നടന്നിട്ടുണ്ടെന്ന് 2013 പറഞ്ഞ ആന്റണി 2014 തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ, ലോക്സഭ നരേന്ദ്രമോദി ജയിച്ച 2014 തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വരെ ഇത് റദ്ദാക്കാതെ പിടിച്ചു നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിനൊക്കെ മറുപടി പറയേണ്ടി വരും എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവരും. അതുകൊണ്ട് ഇത് അവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ പുണ്യവാളന്മാരായിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. എം കെ നാരായണനെ പോലുള്ള സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രി പോലും ഇതിൽ പ്രതിക്കൂട്ടിലാകാൻ പോകുന്നു എന്ന് വേണം വിചാരിക്കാൻ. സോണിയാഗാന്ധിയുടെയും കുടുംബത്തിന് ഇതിനു മുമ്പും അഴിമതികളിൽ ഒരുപാട് പങ്കുകൾ ഉണ്ടായിട്ടുണ്ട് പല കേസുകളിലും. റഫാൽ ഡീലിന്റെ നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം റഫാൽ ഡീലിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിലെ ഫയലുകൾ കണ്ടെത്തിയത് റോബർട്ട് വാദ്രയുടെ സുഹൃത്തിന്റെ ഓഫീസിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം അപകടകരമായിരുന്നു UPA കാലത്തെ പ്രതിരോധ മന്ത്രാലയം എന്നല്ലേ സൂചിപ്പിക്കേണ്ടത്. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് എത്താം.